പ്രിയ വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് വിഷയത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്, അതിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വർക്ക് തന്നിരുന്നു. എന്തായി? ഓർമ്മയുണ്ടോ ആ ചോദ്യങ്ങൾ? ഇതായിരുന്നു ആ ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്ത പോർഷൻസിനെ ബേസ് ചെയ്തായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ പോർഷൻസ്? നോക്കൂ, സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. ക്യാരക്ടർ സെറ്റ്, ടോക്കൺസ്, ഡേറ്റ ടൈപ്സ്, ടൈപ്പ് മോഡിഫയേഴ്സ്, എക്സ്പ്രഷൻസ്, ടൈപ്പ് കൺവേർഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്, അഡ്വാൻസ്ഡ് ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ചോദ്യങ്ങൾ. ആൻസറൊക്കെ എഴുതിയല്ലേ? നമുക്ക് നോക്കാം നിങ്ങൾ എഴുതിയതൊക്കെ ശരിയാണോ. ഒന്നാമത്തതിൻ്റെ ആൻസർ, വാട്ട് ഈസ് എ ടോക്കൺ? എന്ത് എഴുതി? ഇങ്ങനെ തന്നെയാണോ? സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ പ്രോഗ്രാം. ശരിയാണല്ലേ? വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ലിറ്ററൽ ഈസ് നയൺ? ശ്രദ്ധിച്ചോ, നയൺ ഈസ് ഗിവൺ വിത്തിൻ എ പെയർ ഓഫ് സിംഗിൾ കോട്ട്സ്. സോ ദ ആൻസർ ഈസ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, നോട്ട് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. നൗ വാട്ട് ഈസ് റോങ് വിത്ത് ദ ഐഡൻറ്റിഫയർ നം ഹാഷ്? നം ഹാഷ് എന്ന ഐഡൻറ്റിഫയറിൽ കുഴപ്പം എന്താണ്? അതിൽ തെറ്റെന്താണ്? എന്താ തെറ്റ്? hash is used because it is a special character. It is not allowed to constitute an identifier. What is the output of the expression 7/2? 7/2 എന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്താണ്? വിച്ച് വാല്യൂ വിൽ ബി റിട്ടേൺ ബൈ ദി എക്സ്പ്രഷൻ 7/2? ആൻസർ എന്ത് എഴുതി? 3.5 അല്ലല്ലോ, 3 is the answer. Now again, what is the error in the expression 125 modulus 2.5? 125നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര? 0 ഒന്നുമില്ല, ഉണ്ടോ? ഇല്ല, തെറ്റല്ലേ ഇത്? 2.5 is a floating point type data. Operator is modulus. It is used only with integers, right? So that is the mistake in this expression. A floating point type data cannot be used as an operand with modulus operator. Okay. Next one, which data types do not use type modifier? ടൈപ്പ് മോഡിഫയർ യൂസ് ചെയ്യാത്ത ഡേറ്റ ടൈപ്സ് ഏതൊക്കെ? നിങ്ങൾക്കറിയാം, ഫ്ലോട്ട് ആൻഡ് വോയിഡ്. വാട്ട് ഈസ് ദ എറർ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് C in 25? 25 എന്ന നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് ആണ് C in 25. 25 is a constant. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വി ക്യാൻ യൂസ് ഓൺലി വേരിയബിൾസ്. നൗ int a equals 5, b equals a++. വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് Cout AB? എയുടെ ഇനിഷ്യൽ വാല്യൂ 5 എന്ന് തന്നിരിക്കുന്നു. Then b equals a++. Here it is postfix. No? Postfix ഫോമിലാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ റിസൾട്ട് ഈസ് എയുടെ വാല്യൂ ആദ്യമാണ് അല്ലേ? എയുടെ വാല്യൂ വിൽ ബി 6. പോസ്റ്റ്ഫിക്സ് ആണെങ്കിലും പ്രിഫിക്സ് ആണെങ്കിലും എയുടെ ഒപ്പമാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റ് എനി കോസ്റ്റ് ദ വാല്യൂ ഓഫ് എ വിൽ ബി ഇൻക്രിമെൻറ്റഡ്. അത് പോസ്റ്റ്ഫിക്സ് ആയാലും കൊള്ളാം, പ്രിഫിക്സ് ആയാലും കൊള്ളാം. സോ ഫസ്റ്റ് ആ എയുടെ വാല്യൂ 6 ആയിരിക്കും, ബട്ട് ബി അവിടെയാണ് പ്രോബ്ലം വരുന്നത്. ദാറ്റ് വിൽ ബി 5. പോസ്റ്റ്ഫിക്സ് ആയതുകൊണ്ട് തന്നെ ദ existing value of a, that is 5, is assigned to b and then a is incremented by 1. 6 and 5. ശരിയല്ലേ? Okay. Now next one, which is the equality checking operator? റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ കാറ്റഗറിയിൽ കണ്ടീഷനിൽ ഇക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്നാണ് ചോദിക്കണം. ഡബിൾ ഈക്വൽ സിമ്പിൾ. Now write 4 statements to add 1 to the variable num. നം എന്ന വേരിയബിളിനോടൊപ്പം 1 ആഡ് ചെയ്യാനുള്ള 4 വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുക. നം പ്ലസ് പ്ലസ് എഴുതി കാണും, പ്ലസ് പ്ലസ് നെമ്മും എഴുതി കാണും. പിന്നെ നം പ്ലസ് ഈക്വൽസ് 1 അതും എഴുതി കാണും. പക്ഷേ ഏറ്റവും ആദ്യം എഴുതേണ്ടത് ഏതാ? നം ഈക്വൽസ് നം പ്ലസ് 1. സോ 4 സ്റ്റേറ്റ്മെൻറ്റ്സിലൂടെയും നമുക്ക് ഈ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം ആണെന്ന് തന്നെ ഞാൻ കരുതുന്നു. കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇനി ആ ചാപ്റ്ററിൽ അവശേഷിക്കുന്നത് C++ പ്രോഗ്രാം സ്ട്രക്ചർ. A C++ program has 3 parts: preprocessor directive, using namespace statement, and then comes the main function. ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഞാൻ കാണിക്കാം. നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹാഷ് ഇൻക്ലൂഡ് IO stream. എല്ലാ പ്രോഗ്രാമിലും അത് നമ്മൾ എഴുതാറുണ്ടല്ലേ. Then comes using namespace std, into main, followed by opening brace. Then declaration statements ഉണ്ടാവാറുണ്ട്, മറ്റ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അറ്റ് ലാസ്റ്റ് ദ ക്ലോസിംഗ് ബ്രേസ്. ഇതിൽ ഹാഷ് ഇൻക്ലൂഡ് ആണ് എന്ത്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞു കളയരുത്. വേറെയുണ്ട് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. ഹാഷ് ഇൻക്ലൂഡ് ഈസ് എ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. വേറെയുണ്ട് ഹാഷ് ഡിഫൈൻ, ഹാഷ് ഇഫ്.
പോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഡയറക്ട്സ് ദ കമ്പൈലർ ടു റിട്രീവ് സം ഇൻഫർമേഷൻ ഫോർ ദി പ്രോപ്പർ കമ്പൈലേഷൻ ഓഫ് ദി പ്രോഗ്രാം. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എന്തോ ആയിക്കോട്ടെ, ഹാഷ് ഇൻക്ലൂഡാണ് നമ്മളെ സംബന്ധിച്ച് പ്രീ പ്രോസസർ ഡയറക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാ? ടു ഇൻക്ലൂഡ് ഹെഡർ ഫയൽസ്. അതാണ് ആ സെക്കൻഡ് പാർട്ടിൽ വരുന്നിരിക്കുന്ന IO സ്ട്രീം. ആക്ച്വലി ഇറ്റ് ഈസ് IO stream .h. GCCയിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേനും .h ഉപയോഗിക്കേണ്ട കാര്യമില്ല, IO stream എന്ന് പറഞ്ഞാൽ മതി. IO stream ഈസ് ദ ഹെഡർ ഫയൽ. സെക്കൻഡ്, യൂസിങ് നെയിം സ്പേസ് STD. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺഫ്യൂഷൻ ഉണ്ടല്ലേ, അത് പലപ്പോഴും മനസ്സിലാവാറില്ലല്ലേ. തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം, CIN COUT എന്നീ ഐഡൻറ്റിഫയേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരണമുള്ളത് അത്യാവശ്യമാണ്. ദെൻ കംസ് ഇൻറ്റ് മെയിൻ. അതെന്തുവാ? ദാറ്റ്സ് എ മെയിൻ ഫംഗ്ഷൻ, ഹെഡർ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ അതാണ് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രോഗ്രാം തന്നെ എടുത്ത് നോക്കാം, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു സാമ്പിൾ പ്രോഗ്രാം. നൗ ദിസ് പ്രോഗ്രാം ഈസ് റിട്ടൺ ടു ഫൈൻഡ് ദി സം ഓഫ് 2 നമ്പേഴ്സ്. ആ രീതിയിലാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ 3 നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ബോഡിക്കകത്ത് വരുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് N1 N2 S. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. 3 വേരിയബിൾസ് ആർ ഡിക്ലയർഡ് വിത്ത് ഡേറ്റ ടൈപ്പ് ഇൻറ്റ്. എന്താ സംഭവിക്കുക? എന്തിനാ വേരിയബിൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? മെമ്മറി അലോക്കേഷൻ നടക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് COUT എൻ്റർ 2 നമ്പേഴ്സ്. അതെന്ത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഞാനൊന്ന് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയും COUT എൻ്റർ 2 നമ്പേഴ്സ്. ചില കുട്ടികൾ പറയാറുണ്ട് അങ്ങനെ. 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉടൻ പറയും COUT എൻ്റർ 2 നമ്പേഴ്സ്. അതാണോ ശരിക്കും ഇൻപുട്ട് ചെയ്യേണ്ടത്? ഇറ്റ്സ് എൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഇൻപുട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ ആ പ്രോഗ്രാമിൽ എഴുതിയത്? പറയാം. അതിനുമുമ്പ് നമ്പർ ഇൻപുട്ട് ചെയ്യണമെങ്കിൽ എന്ത് തന്നെ വേണം? വി നീഡ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് ഓപ്പറേറ്റർ, CIN, വേരിയബിൾ, അതൊക്കെയാണ് വേണ്ടത്. അതാണ് തൊട്ടടുത്ത് കാണുന്നത്. CIN ഓപ്പറേറ്റർ N1, ഇൻപുട്ട് ഓപ്പറേറ്റർ N2. ദിസ് ഈസ് ദ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓർത്തോളാം, 2 നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ CINൽ വേണം തുടങ്ങാനായിട്ട്. 2 ആണെങ്കിൽ N1, 2 വേരിയബിൾ, ഒരെണ്ണമാണെങ്കിൽ 1 വേരിയബിൾ, എക്സെപ്റ്റ് യു. സോ അപ്പോൾ പിന്നെ മറ്റെന്തിനാണ്? COUT. അതില്ലെങ്കിലും പ്രോഗ്രാമിന് കുഴപ്പമൊന്നുമില്ല. ഈ പ്രോഗ്രാം റൺ ചെയ്യും, ശരിയുമാണ്, മാർക്കും കിട്ടും, സംശയമൊന്നും വേണ്ട. പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ആളിന് ഇത് എന്ത് പ്രോഗ്രാമാണോ എന്ന് അറിയണമെന്നില്ല. അയാൾ നോക്കുമ്പോഴത്തേനും ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ ഇങ്ങനെ കർസർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് അറിയത്തില്ല. പകരം എൻ്റർ 2 നമ്പേഴ്സ് എന്ന് എഴുതി കാണിച്ചിട്ട് കർസർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആർക്കും മനസ്സിലാവില്ല 2 നമ്പർ കൊടുക്കണം, തോന്നത്തില്ലയോ? അങ്ങനെ തോന്നാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, ആ പ്രോഗ്രാം യൂസ് ചെയ്യുന്ന ആളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിലൂടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുകയാണ്. എൻ്റർ 2 നമ്പേഴ്സ് എന്ന് കമ്പ്യൂട്ടർ പറയുന്നു, ഞാൻ 2 നമ്പർ കൊടുക്കുന്നു. അടുത്ത് എന്ത് വേണമെന്ന് കമ്പ്യൂട്ടർ പറയുന്നു, ഞാൻ കൊടുക്കുന്നു. എന്തോ ഉത്തരം കണ്ടുപിടിക്കുന്നു, ഇന്ന ഉത്തരമാണെന്ന് പറയുന്നു, ആ ഉത്തരം കാണിക്കുന്നു. അങ്ങനെയല്ലേ വേണ്ടത്? അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് ടു യൂസ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ജസ്റ്റ് ബിഫോർ ദി ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതുന്നതിന് തൊട്ട് മുമ്പ് എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്ന് യൂസറിനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി ഒരു മെസ്സേജ് എന്ന നിലയിൽ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വയ്ക്കുക. വ്യക്തമായിട്ട് തന്നെ എഴുതണം എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്നൊരു ചോദ്യം വരികയാണ്. അവിടെ എൻ്റർ എ നമ്പർ എന്ന് കൊടുക്കുന്നതിന് പകരം COUTൽ എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ. കുറച്ചുകൂടെ ക്ലിയർ ആവില്ലേ? അത്തരത്തിൽ കൊടുക്കാൻ ശ്രമിക്കണം. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു CIN N1. നൗ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് S = N1 + N2. ആ സ്റ്റേറ്റ്മെൻറ്റ് പേരെന്താ? അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ വന്നാൽ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉള്ളതുകൊണ്ട് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പിന്നെ പ്ലസ് കിടക്കുന്നതോ? അഡിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുണ്ടോ? അരിത്തമെറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളൂ? അങ്ങനെ ഒരു സാധനമേ ഇല്ല. അരിത്തമെറ്റിക് എക്സ്പ്രഷനാണുള്ളത്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ വേണമെങ്കിൽ ഇൻറ്റിജർ എക്സ്പ്രഷൻ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് ആകണമെങ്കിൽ അത് അസൈൻമെൻറ്റിലായിട്ടോ ഔട്ട്പുട്ടായിട്ടോ ഇൻപുട്ടായിട്ടോ വേണം. പിന്നെ വേറെ ഉണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ച ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ഇതൊന്നും വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, എക്സ്പ്രഷൻസേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻപുട്ട് ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഇതുപയോഗിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. ബിക്കോസ് ആക്ഷൻ ഈസ് കംപ്ലീറ്റ്. എന്താ പറയുന്നത്? A + B, the value of A and B are added and the result is stored in S. The value returned by the expression N1 + N2, here it is N1 + N2. The value returned by the expression N1 + N2 is assigned to the variable S. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദറ്റ് ഈസ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നൗ അഗെയിൻ ആൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗം ശ്രദ്ധിച്ചു, കാസ്കേഡിങ് ഓഫ് ഔട്ട്പുട്ട്. അതെന്തോ സാധനം? കാസ്കേഡിങ് ഓഫ് ഔട്ട്പുട്ട്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഒന്നിലധികം തവണ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാസ്കേഡിങ് എന്ന് പറയും. ഇൻപുട്ടും പറയാമല്ലോ, ഇവിടെ തന്നെയുണ്ട്. CIN ഓപ്പറേറ്റർ N1 ഓപ്പറേറ്റർ N2. ഒറ്റ അല്ലെങ്കിൽ അതിനെന്ത് പറയേണ്ടി വരും? CIN N1 ; CIN N2. അത് ഒഴിവാക്കാനായിട്ട്
എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ കണ്ടെയ്ൻ എനി നമ്പർ ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് അലോങ് വിത്ത് ദ വേരിയബിൾസ്. അപ്പോൾ അതിനെ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയും. ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് വരുന്നതെങ്കിൽ കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. രണ്ടും കൂടി ഒരിക്കലും ഒന്നിച്ച് വരത്തില്ല, ഓർമ്മയിരിക്കട്ടെ. ദെൻ ലാസ്റ്റ് വൺ റിട്ടേൺ 0. അതും ഇപ്പോൾ പറഞ്ഞാൽ കാര്യമായിട്ട് മനസ്സിലാവില്ല. തൽക്കാലം ഒരു മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ എന്ന് എഴുതിയ ഫംഗ്ഷൻ അവസാനിക്കുന്നത് റിട്ടേൺ 0 എന്ന് തന്നെ ഇരിക്കട്ടെ. വിശദമായിട്ട് നമ്മൾ കാണും എവിടെ, മൂന്നാമത്തെ ചാപ്റ്റർ ചെല്ലുമ്പോഴത്തേനും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സാമ്പിൾ പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതുപോലെയുള്ള കുറേ പ്രോഗ്രാംസ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. അതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകണം. റൈറ്റ്, എന്താ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ, സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്, അങ്ങനെ കുറേ ആയിരുന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ എക്സസൈസ് തന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള വളരെ കാര്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കിലോട്ട് പോകുന്നു. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്? വാട്ട് ഡു യു മീൻ ബൈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++ ലാംഗ്വേജ് or in any programming language? They are the statements which transfers the control to a specific part of the program. നോർമലി ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ, ഇപ്പോൾ തൊട്ട് മുമ്പിലത്തെ പ്രോഗ്രാം തന്നെ നോക്കൂ. അതിനകത്ത് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു? 1 2 3 4 5. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാൻ 5 ഉള്ളൂ. പിന്നെ ആദ്യത്തോ അത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് കമ്പൈലർ ഇൻഫർമേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് ഓപ്പറേഷൻസ് ഒന്നുമില്ല. ഈ ബാക്കിയുള്ള 5 എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. കമ്പ്യൂട്ടർ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സി ഔട്ട് എൻ്റർ 2 നമ്പേഴ്സ്, ദെൻ കംസ് സി ഇൻ, ദെൻ കംസ് എസ് ഈക്വൽസ്, ദെൻ കംസ് സി ഔട്ട്, ദെൻ കംസ് റിട്ടേൺ. അങ്ങനെ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിലാണ് സാധാരണ ഈ പ്രോഗ്രാം നമ്മൾ തൊട്ട് മുമ്പിലത്തെ പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ നടന്നത്. എന്നാൽ ഈ ഒരു ഓർഡറിന് ചേഞ്ച് വരാം. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ ഒരു ഓർഡറിന് ചേഞ്ച് വരാം. ചില സ്കിപ്പിംഗ് നടന്നേക്കാം, ചില റെപ്പറ്റീഷൻ നടന്നേക്കാം. അതിനെയാണ് പറയുന്നത് ട്രാൻസ്ഫർ കൺട്രോൾ. പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫർ ടു സം അതർ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം. അതിനുവേണ്ടിയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് എത്ര ടൈപ്പ് ഉണ്ട്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് ഏതൊക്കെയാണ്? C++ ലാംഗ്വേജിൻ്റെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2 എണ്ണം. ഏതാ? ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടുമാണല്ലോ. പിന്നെ ഇഫിന് ഡിഫറെൻറ്റ് വേർഷൻസ് ഉണ്ട്. ബേസിക്കലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സോ വി ഹാവ് ത്രീ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. ഏതൊക്കെയാണ്? ഫോർ, വൈൽ, ഡു വൈൽ. ഇങ്ങനെ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നിൻ്റെയും സിൻടാക്സ് ഒന്ന് കാണാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയുണ്ടോ? എൻ്റെ സിൻടാക്സ് ഒന്ന് ഓർത്ത് നോക്കൂ, പെട്ടെന്നൊന്ന് ഓർത്ത് നോക്കിയേ. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ കീവേഡ് ഇഫ്. ഇഫ് ഇസ് എ കീവേഡ്, റൈറ്റ്? That statement begins with if, followed by a test expression within a pair of parentheses. Test expression. അങ്ങനെയാണ് സിൻടാക്സിൽ പറയുന്നത്. Then comes true block, then else and false block. ഇതിൻ്റെ ഒരു എക്സിക്യൂഷനെ കുറിച്ച് പറഞ്ഞെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകണമെങ്കിൽ, ഏതോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ്റെ തുടർച്ചയായിട്ടായിരിക്കുമല്ലോ പ്രോഗ്രാമിനകത്ത് ഇഫ് കാണുക. ആ ഇഫ് കാണുമ്പോഴത്തേനും ഇഫിനോടൊപ്പമുള്ള ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ. അതെന്താ ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ കണ്ടീഷൻ. ഈ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ബേസ്ഡ് ഓൺ സം കണ്ടീഷൻസ്. നൗ ഹൗ ക്യാൻ വി പുട്ട് അപ്പ് കണ്ടീഷൻസ്? യൂസിങ് റിലേഷണൽ എക്സ്പ്രഷൻസ് ഓർ ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഇത് രണ്ടുമാണ്. റിലേഷണൽ എക്സ്പ്രഷൻസോ ലോജിക്കൽ എക്സ്പ്രഷൻസോ ഉപയോഗിച്ചിട്ടാണ് കണ്ടീഷൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു റിലേഷണൽ ഓർ ലോജിക്കൽ, ഇവർ റിട്ടേൺ ചെയ്യുന്നൊരു വാല്യൂ ഉണ്ട്. ബോത്ത് ഓഫ് ദീസ് എക്സ്പ്രഷൻസ് റിട്ടേൺ ട്രൂ ഓർ ഫോൾസ് വാല്യൂ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചെയ്യും. അതിന് നമുക്ക് ട്രൂ ബ്ലോക്ക് എന്ന് പറയാം. എന്ന് വെച്ചാൽ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്, അതിന് ട്രൂ ബ്ലോക്ക് എന്ന് നമ്മൾ പറയുന്നു. അങ്ങോട്ടേക്കായിരിക്കും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. അതേസമയം ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ് ബ്ലോക്ക്, മറ്റേതോ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കായിരിക്കും കൺട്രോൾ പോവുക. നമ്മളതിനെ ഫോൾസ് ബ്ലോക്ക് എന്ന് പറയുന്നു. അപ്പോൾ ഐദർ ട്രൂ ബ്ലോക്ക് ഓർ ഫോൾസ് ബ്ലോക്ക്, ഏതെങ്കിലും ഒന്നേ ചെയ്യത്തുള്ളൂ. ഈ 2 സെഗ്മെൻറ്റിലും വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു സെറ്റ്, അപ്പോൾ മറ്റേ സെറ്റ് വിട്ടുകളയും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ട്രൂ ബ്ലോക്ക് വിട്ടുകളയും, ഫോൾസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ? ഇതാണ് ഇഫിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ നോക്കാം. സി ഇൻ എൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്നിൻ്റെ ഒരു വാല്യൂ ഓഫ് കോഴ്സ് ഡിക്ലറേഷൻ ആക്കാൻ വേണം കേട്ടോ അതിന് മുമ്പ്. എന്നിട്ട് ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഇഫ് എൻ മോഡൽ ഇസ് 2 = 0, സി ഔട്ട് ഈവൻ, എൽസ് സി ഔട്ട് ഓഡ്. സിൻടാക്സും ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നിയേക്കാം. അവിടെ ട്രൂ ബ്ലോക്ക് ഈസ് ഗിവൺ വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസ്, ഫോൾസ് ബ്ലോക്ക് ഈസ് ഓൾസോ ഗിവൺ വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടില്ല. തെറ്റുണ്ടോ? ഇല്ല, തെറ്റില്ല. കാരണം ട്രൂ ബ്ലോക്കിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ഇഫ് ദ ട്രൂ ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 സ്റ്റേറ്റ്മെൻറ്റ്, യു ഡോണ്ട് നീഡ് ടു യൂസ് ദാറ്റ് പെയർ ഓഫ് ബ്രേസസ്. ഇനി ഇട്ടെന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല, ഇടാം, കുഴപ്പമൊന്നുമില്ല.
വെറുതെ ഒരു ലൈൻ എന്താ വേണ്ടാന്ന് എഴുതിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂവെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതങ്ങ് എഴുതാം. ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും you have to use the pair of braces. Then only it will be treated as a block, or we can say that it is a compound statements. But true block in the സ്ഥാനത്ത് it can be a null statement, simple statement or a compound statement. Null statement എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, വെറുതെ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ്മെൻറ്റായി, നത്തിങ് ഡൂയിങ്. അതാ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്, സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്, പെയർ ഓഫ് ബ്രേസസിൻ്റെ ആവശ്യമില്ല. അതേസമയം ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ദേ ഷുഡ് ബി എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ബ്രേസസ്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ബിക്കംസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. സോ ട്രൂ ബ്ലോക്കും ഫാൾസ് ബ്ലോക്കും അത്തരത്തിൽ വേണമെങ്കിലും ആവാം. ഇവിടെ എനിക്ക് ഒരൊറ്റ ആക്ഷൻ എടുക്കാനുണ്ടായിരുന്നുള്ളൂ. ട്രൂ ആണെങ്കിൽ സി ഔട്ട് ഈവൻ എന്ന് എഴുതി കാണിക്കണം, അല്ലെങ്കിൽ ഓഡ് എന്ന് എഴുതി കാണിക്കണം, ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, നൗ നിങ്ങൾ ചെയ്യേണ്ടത്, ഇഫ് ദ വാല്യൂ ഓഫ് എൻ ഈസ് ഗിവൺ ആസ് 15, ഞാൻ 15 ആണ് ഇൻപുട്ട് ചെയ്യുന്നത് കരുതുക. വാട്ട് വിൽ ബി ദി ഔട്ട്പുട്ട്? കിട്ടിയല്ലേ? കിട്ടി. എന്താ? ഓഡ്. അതായത് എൽസ് പാർട്ട് വർക്ക് ചെയ്തു. എന്തുകൊണ്ടാണ്? ആ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ നമ്മൾ നേരത്തെ ആ ഫ്ലോ ചാർട്ടിൽ കാണിച്ചതനുസരിച്ച് ഇഫിൻ്റെ എക്സിക്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ഒരു പ്രോഗ്രാമിൽ വെൻ ദ പ്രോഗ്രാം കൺട്രോൾ എൻറ്റേഴ്സ് ദ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ടെസ്റ്റ് എക്സ്പ്രഷൻ അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഇഫ് ഈസ് ഇവാലുവേറ്റഡ്. ഇഫിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ ഈ കേസിൽ സി ഔട്ട് ഈവൻ എന്ന് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ സി ഔട്ട് ഓഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ 15 ഇൻപുട്ട് ചെയ്യുമ്പോൾ 15 മോഡുലസ് 2 is equal to 0, condition false. That's why the else part is executed. C out odd, the statement C out odd is executed and you get odd as the output, right? രണ്ടാമത്തെ പാർട്ടോ, if you give 6 as the value of n, 6 ആണ് കൊടുക്കുന്നത് കരുതുക, എന്ത് സംഭവിക്കും? കിട്ടിയല്ലോ അല്ലേ? ഈവൻ എന്ന് ഡിസ്പ്ലേ, because at that time the test expression returns true. n modulus 2, 6 modulus 2, answer is 0. So equality, it is equated to 0, condition is true. So naturally true block is executed, and here the true block is C out even. Even will be displayed on the screen. Clear? Now if in the different versions, ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് it is a simple version of if. False block ഇല്ല. If a test expression will be given and corresponding action can be taken. Condition true ആണെങ്കിൽ ഈ പറഞ്ഞ true block ചെയ്യും, ആ ആക്ഷൻ എടുക്കും, ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. മറ്റൊരു വെർഷൻ, ഒന്ന് നമ്മൾ കണ്ടു ജനറൽ വെർഷൻ ഇഫ് എൽസിൻ്റെ. മറ്റൊന്ന് ഞാൻ കാണിക്കുന്നു, നോക്കിക്കോളൂ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ബ്ലോക്ക്, ദെൻ കംസ് എൽസ്. ആ എൽസിനകത്ത് മറ്റൊരു ഇഫ് കൊണ്ടുവരുന്നു. ദ എൽസ് ബ്ലോക്ക് ഓഫ് ആൻ ഇഫ് കണ്ടെയ്ൻസ് അനദർ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഔട്ടർ ഇഫ്, ഈ കാണുന്ന ഔട്ടർ ഇഫിൻ്റെ എൽസ് പാർട്ടിനുള്ളിൽ മറ്റൊരു ഇഫ് കൊണ്ടുവന്നു. അവിടെയും ഇഫ് എൽസായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ചിലപ്പോൾ വെറും ഇഫ് മാത്രമായിരിക്കാം. ഇവിടെ ഇപ്പോൾ ഇഫ് എൽസ് ആണ്. ആ എൽസിനകത്ത് വേണമെങ്കിൽ ഇനിയും ഇഫ് കൊണ്ടുവരാം. അപ്പോൾ ഓരോ ഇഫിൻ്റെയും എൽസിനുള്ളിൽ പുതിയ പുതിയ ഇഫുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നതിനൊരു പേരുണ്ട്, ഓർമ്മയുണ്ടോ? നെസ്റ്റിംഗ് ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എൽസും ഓരോ എൽസിനകത്തും പുതിയ പുതിയ ഇഫൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് ബ്രേസസ് ഒക്കെ ഒന്ന് ആകെ കോംപ്ലിക്കേഷൻ ആവും. ഇതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് മൂന്നാമത്തെ വേർഷൻ. ശ്രദ്ധിച്ചോളൂ. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ബ്ലോക്ക് 1, എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 2 ട്രൂ ബ്ലോക്ക് 2, എൽസ് ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ 3 ട്രൂ ബ്ലോക്ക് 3. അങ്ങനെ പോകുന്ന എത്ര എൽസ് ഇഫ് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അവസാനം എൽസ് ഫോൾസ് ബ്ലോക്ക്. എങ്ങനെയാണ് ഇതിൻ്റെ എക്സിക്യൂഷൻ വരുന്നത്? ഹിയർ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആർ ഗിവൺ. ബേസ്ഡ് ഓൺ ഈച്ച് കണ്ടീഷൻ ഡിഫറെൻറ്റ് ആക്ഷൻസ് ആർ ടു ബി ടേക്കൺ. ആ എൽസ് ഇഫ് ഒരൊറ്റ ലൈനിൽ പോവുകയാണ്. ഇതിനെ നമ്മൾ പറയും ഇഫ് എൽസ് ഇഫ് ലാഡർ, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് സ്റ്റെയർ കേസ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ആ തുടക്കത്തുള്ള ഇഫിൽ തുടങ്ങി ഏറ്റവും അവസാനം എൽസിൻ്റെ ക്ലോസിംഗ് പ്ലേസ് വരെയുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ വെൻ ദ കൺട്രോൾ കംസ് ടു ദാറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, first test expression 1, condition 1 will be evaluated. If it returns true, true block 1 will be executed and control comes out of the if. ഇടയ്ക്കുള്ള എല്ലാം സ്കിപ്പ് ചെയ്തെങ്കിൽ പുറത്തേക്ക് ചാടും. If the first condition is false, if the test expression 1 returns false, control goes to the second test expression, second condition. അത് evaluate ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ true block 2, അതിനോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ആക്ഷൻ, അതെടുത്തിട്ട് ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്ത് ചാടും. ഇനി അതും ഫോൾസ് ആണെങ്കിൽ തേർഡിലേക്ക് പോകും, അതും ഫോൾസ്, ഇങ്ങനെ മുന്നോട്ട് പോകും. ആൻഡ് ഇഫ് നൺ ഓഫ് ദീസ് കണ്ടീഷൻസ് ഈസ് ട്രൂ, ഒരൊറ്റ കണ്ടീഷനും ട്രൂ ആയില്ല,
എല്ലാം ഫാൾസ് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമാണ് എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ്സ് അബൌട്ട് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇനി ഈ ഇഫ് എൽസ് ഇഫിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു പുതിയ ഓപ്പറേറ്റർ ഉണ്ട്. ഇഫ് എൽസിനെ ബേസ് ചെയ്തിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇഫിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു ഓപ്പറേറ്റർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു, ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽപ്പെടുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളനും. അപ്പോൾ ഞാനൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിൻഡെക്സ് ആണ് കാണുന്നത്. ഇതിനെ എങ്ങനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്താം? ടെർണറി ഓപ്പറേറ്റർ. സോ ദർ വിൽ ബി 3 ഓപ്പറൻസ്, റൈറ്റ്? ടെസ്റ്റ് എക്സ്പ്രഷൻ വിൽ ബി ദി ഫസ്റ്റ് ഓപ്പറൻറ്റ്, ക്വസ്റ്റ്യൻ മാർക്ക്, then comes the second operand which will be the true block followed by the full colon and then the third operand which is the false block. ഇതായിരിക്കും ഇതിൻ്റെ ജനറൽ ഫോർമാറ്റ്. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ, നേരത്തെ അതേ എക്സാമ്പിൾ തന്നെ എടുത്തു. ആ ഇഫ് n മോഡുലസ് 2 = 0 സി ഔട്ട് ഈവൻ. ആ ഇഫിനെ എങ്ങനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇൻ ദിസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. n മോഡുലസ് 2 = 0 ആണല്ലോ. അവനെ നേരെ ഇങ്ങെടുത്തു ഫസ്റ്റ് ഓപ്പറൻ്റായിട്ട് പ്ലേസ് ചെയ്തു. നൗ ക്വസ്റ്റ്യൻ മാർക്ക്, റൈറ്റ്? നൗ ട്രൂ ബ്ലോക്ക്. ഇവിടുത്തെ ട്രൂ ബ്ലോക്ക് ഏതാ? സി ഔട്ട് ഈവൻ. അവനെ കൊണ്ട് രണ്ടാമത്തെ ഓപ്പറൻ്റായിട്ട് പ്ലേസ് ചെയ്തു. ഇനി ഫുൾ കോളൻ ഇട്ടു. ഇനി മൂന്നാമത്തെ ഓപ്പറൻറ്റ് അതേതാ? ഫോൾസ് ബ്ലോക്ക്. കണ്ടല്ലോ, കഴിഞ്ഞു. ഒരു ഇഫ് എൽസിനെ എങ്ങനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മാറ്റാം. ഇതിനെ വേറൊരു രീതിയിൽ വേണമെങ്കിലും എഴുതാം, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഈ സെക്കൻഡും തേർഡും ഓപ്പറൻസ് ശ്രദ്ധിച്ചേ, അവിടെ ഒരു കോമൺ പാർട്ടുണ്ട്. കണ്ടോ? സി ഔട്ട് എന്നതൊരു കോമൺ പാർട്ടാണ്. ഇവനെ ഇങ്ങ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അത് ശ്രദ്ധിച്ചോളൂ, സ്ക്രീനിൽ തന്നെ നോക്കിയാൽ മതി. സി ഔട്ടിനെ ഇങ്ങ് മാറ്റി. ഇനി ബാക്കിയുള്ളത് വെച്ചിട്ട് ഞാൻ ആ കണ്ടീഷണൽ എക്സ്പ്രഷൻ എഴുതാൻ പോവാണ്. ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ കൊണ്ടുവരുന്നു. n മോഡുലസ് 2 = 0 ക്വസ്റ്റ്യൻ മാർക്ക്. നൗ സെക്കൻഡ് ഓപ്പറൻ്റായിട്ട് നേരത്തെ കേസിൽ എന്താ? സി ഔട്ടിങ് മാറിക്കഴിഞ്ഞു. ബാക്കി എന്തേ ഉള്ളൂ? ഈവൻ. ആ പാർട്ട് മാത്രം എടുത്ത് സെക്കൻഡ് ഓപ്പറൻ്റായിട്ട് വെച്ചു. ഫുൾ കോളൻ അതുപോലെ വെച്ചു. സെമി കോളൻ എടുത്തില്ല, കാരണം അതും കോമണാണ്. അവൻ അവസാനത്തേക്ക് മാറ്റാം. സി ഔട്ടിനെ ഞാൻ ആദ്യത്തേക്ക് മാറ്റി, സെമി കോളനെ അവസാനത്തേക്ക് മാറ്റുന്നു. ഇനി തേർഡ് ഓപ്പറൻ്റ് ചെല്ലുമ്പോൾ അവിടെ ഓഡ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഓഡിനെ എടുത്ത് പ്ലേസ് ചെയ്തു. അറ്റ് ലാസ്റ്റ് സെമി കോളൻ. ക്ലിയർ? സിമ്പിളായിട്ട് എഴുതി. ഇനി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നു. നിങ്ങളതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മാറ്റി എഴുതുക. ക്ലിയർ? ഇഫ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസുമാണ് നമ്മളിപ്പോൾ കണ്ടുപോയത്. പിന്നെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്നും കണ്ടു. മറ്റൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. ഇഫ് എൽസ് ഇഫിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് ഇഫ് ലാഡർ ഉപയോഗിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട് കേട്ടോ. ഇതിന് യു വിൽ ബി ഗിവൺ എ കോഡ് ആൻഡ് യു വിൽ ബി ആസ്ക്ഡ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു അനദർ യൂസിങ് സം അതർ കൺസ്ട്രക്ട്. ലൈക്ക് ഇഫ് എൽസ് ഇഫിന് പകരം സ്വിച്ച് ഉപയോഗിക്കുക, ഇഫ് എൽസിന് പകരം കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഇഫ് എൽസ് ഇഫിൻ്റെ ഒരു കോഡാണ് തന്നിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കൂ, ഇതിൻ്റെ പ്രത്യേകത എന്താ? all relational expressions contain equality operator only. Now look at this code. All relational expressions contains equality operator. Oru speciality. Another one, first operand is the same in all the cases. Gen enna oratta variable. And second operand, equality right side, all are numerical value. Character constant ആണ്, so naturally it is numerical value. ഇങ്ങനെയുള്ള relational expressions ആണ് ഇഫ് എൽസ് ഇഫിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ റീപ്ലേസ് ഇറ്റ് ബൈ എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. സ്വിച്ചിൻ്റെ സിൻഡെക്സ് അറിഞ്ഞാൽ മതി. സ്വിച്ചിൻ്റെ സിൻഡെക്സ് നിങ്ങൾക്കറിയാം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് സ്വിച്ച് ഫോളോഡ് ബൈ സം കേസസ് അല്ലേ. ഞാൻ എൻ്റെ ഒരു ഫോർമാറ്റ് ഇതേ നിങ്ങൾക്ക് കാണിക്കാം. കുറേ കേസുകൾ വരുന്നുണ്ട്. ഇനി ഇതെങ്ങനെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കോഡിനെ എങ്ങനെ ഈ സ്വിച്ചിനകത്തേക്ക് നമുക്ക് മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓർക്കേണ്ട കാര്യം, ഓൾ റിലേഷണൽ എക്സ്പ്രഷൻസ് കണ്ടെയ്ൻ equality operator and first operand is the same whatever it may be. Place that first operand of these relational expressions within the pair of parentheses attached with the switch. ആ സ്വിച്ചിനോടൊപ്പമുള്ള പാരന്തസിസിൽ ഈ ഓപ്പറൻറ്റിനെ, ഇവിടെ ഇപ്പോൾ ഞാൻ ജെൻ എന്ന വേരിയബിളാണ്, അവനെ നേരെ എടുത്ത് ആ ബ്രാക്കറ്റിനകത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ സ്ഥാനമായി. ഇനി കേസിലേക്ക് പോവാണ്. കേസ് 1 ഉം 2 അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എപ്പോഴും 1 2 3 പാടുള്ളൂ. അങ്ങനെയൊന്നുമല്ല. കോൺസ്റ്റൻറ്റ്, ഈ ഇക്വാളിറ്റി, ഈ റിലേഷണൽ എക്സ്പ്രഷനിലുള്ള കോൺസ്റ്റൻസ് ആണ് അവിടെ വരേണ്ടത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷനിലെ കോൺസ്റ്റൻറ്റ് എം എന്ന ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. യു പ്ലേസ് ദാറ്റ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് അലോങ് വിത്ത് ഫസ്റ്റ് കേസ് എം. ഫുൾ കോൾ അവിടെ ഉണ്ട്. ഇനി അതിൻ്റെ ആക്ഷൻ പാർട്ടാണ്. ജെന്നിൻ്റെ വാല്യൂ എം ആകുമ്പോൾ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? എന്താ ചെയ്യേണ്ടത്? സി ഔട്ട് മെയിൽ അവനെ ആ കേസിൻ്റെ ലേബലിന് ശേഷം നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. കഴിഞ്ഞു. അതുപോലെ
അടുത്ത കേസിലേക്ക് രണ്ടാമത്തെ കണ്ടീഷനിലുള്ള എഫ് എന്ന കോൺസ്റ്റൻറ്റ് വെച്ചു. അതിൻ്റെ കറസ്പോണ്ടിങ് ആക്ഷൻ ആയിട്ടുള്ള സി ഔട്ട് ഫീമെയിൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു. അടുത്ത് ടി പ്ലേസ് ചെയ്യുന്നു, സി ഔട്ട് ട്രാൻസ്ജെൻഡർ വെച്ചു. അവസാനം എൽസിന് ഈക്വലൻ്റ് ആണ് എന്ത്, ഡിഫോൾട്ട്. അപ്പോൾ എൽസ് പാർട്ടിലെ ആക്ഷൻ എടുത്ത് ഡിഫോൾട്ടിൽ വെച്ചു. ഇവിടെ എന്താ ഒരു കുഴപ്പം? ജെന്നിൻ്റെ വാല്യൂ എം എന്ന് വിചാരിക്കുക. കൺട്രോൾ ഗോസ് ടു ദ ഫസ്റ്റ് കേസ് ആൻഡ് എ മാച്ചിങ് ഈസ് ഫൗണ്ട്. സോ സി ഔട്ട് മെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ആൻഡ് ദെൻ ഫീമെയിൽ ഡിസ്പ്ലേ ചെയ്യും, ട്രാൻസ്ജെൻഡർ ഡിസ്പ്ലേ ചെയ്യും, ഇൻവാലിഡ് ഡിസ്പ്ലേ ചെയ്യും. അത് പാടില്ലല്ലോ, ഏതെങ്കിലും ഒന്നല്ലേ പാടുള്ളൂ. അപ്പോൾ ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ഈച്ച് കേസ് സ്റ്റേറ്റ്മെൻറ്റ് ദ കൺട്രോൾ ഷുഡ് കം ഔട്ട് ഓഫ് ദ സ്വിച്ച്. അതിനെന്താ വേണ്ടേ? അതിനാണ് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. സോ എല്ലാ കേസിൻ്റെ അവസാനം അല്ലെങ്കിൽ ബിഫോർ സ്റ്റാർട്ടിങ് ഈച്ച് ന്യൂ കേസ് യു പുട്ട് എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതാണ് എന്താ പറയുക, ഇഫ് എൽസ് ഇഫിനെയും സ്വിച്ചിനെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫിനെ സ്വിച്ചിലോട്ട് മാറ്റാവുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് മുഴുവൻ. അതിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് കണ്ടു. ഇഫ് എൽസ് ഇഫുമായിട്ട് എന്താ സിമിലർ ആയിട്ടുള്ള കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവിടുത്തെ ഒരു കൺവേർഷൻ നമ്മൾ കണ്ടു. പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും കണ്ടു. റൈറ്റ്, ഇഫ് എൽസ് ഇഫിനെ എങ്ങനെ സ്വിച്ചിലോട്ട് മാറ്റാമെന്നും കണ്ടു. അപ്പോൾ ഈ ക്ലാസ് നമ്മളിങ്ങനെ അങ്ങ് അവസാനിപ്പിക്കും. ഒരു ചെറിയ പണി വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് 20, ടെക്സ്റ്റ് ബുക്കില്ലേ, പേടിക്കണ്ട, SCRT എന്ന സൈറ്റിൽ കയറുക, ഡൗൺലോഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF വേർഷൻ അവൈലബിൾ ആണ്. ഞാൻ സൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതിൽ പേജ് നമ്പർ 20 ലെറ്റസ് ഡു എന്നൊരു ആക്ടിവിറ്റി ഉണ്ട്. 3 ക്വസ്റ്റ്യൻസ്, 3 പ്രോഗ്രാം ഉണ്ട്. ഇതേ കൺവേർഷൻസ് ആണ്. ഈ കൺവേർഷൻസ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.